നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രധാനമായിട്ട് 8 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഈ ഏതെങ്കിലും 8 സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് സ്വഭാവമാണ് നമ്മൾക്ക് വേണ്ടത് അതനുസരിച്ചാണ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മൾ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഏതൊക്കെയാണ് ആ 8 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രധാനമായിട്ട് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാപിറ്റൽ റിസ്ക് വളരെ കുറവാണ്, എന്നാൽ ഗ്രോത്ത് ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാങ്ക് എഫ് ഡി, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ലിക്വിഡ് ഫണ്ട് എന്നീ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് എപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഗ്രോത്ത് അത് എപ്പോഴും ഒരു പരിമിതമായിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും കിട്ടുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചില ആളുകളടുത്ത് കുറച്ച് പണമുണ്ട്, അത് ഒരു 6 മാസത്തെ പീരീഡിൽ വെറുതെ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യണമെന്ന് നോക്കിയോ, ഇപ്പോൾ ലിക്വിഡ് ഫണ്ട് പോലത്തെ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്ന കാശ് നമുക്ക് എപ്പോൾ പണം വേണോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതിലുണ്ട്. ലിക്വിഡ് ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് വെറുതെ ബാങ്കിൽ കറണ്ട് അക്കൗണ്ടിലൊക്കെ ഇരിക്കുന്ന കാശ് 0% ഇൻട്രസ്റ്റ് ആണ്. അതിന് പകരം ഈ ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 7% ഇൻട്രസ്റ്റ് നമുക്ക് വർക്കൗട്ട് ആവുകയും ചെയ്യും. നമുക്ക് എന്നാണോ പണം വേണ്ടത് അത് ഒരു ദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരികയും ചെയ്യും. അത്രയും ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പർട്ടിക്കുലർ കാറ്റഗറി. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറയണമെന്നുണ്ടെങ്കിൽ ലോക്ക് ഇൻ പീരീഡ്. ചില ഇൻവെസ്റ്റ്മെൻറ്റിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ ഇൻഷുറൻസിൽ പെട്ടത് തന്നെ യൂലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്കീമുകളുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു ലോക്ക് ഇൻ പീരീഡുകളുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് സേവിങ്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 80C ബെനിഫിറ്റ് കിട്ടുന്ന ELS സ്കീമുകളൊക്കെ, അതിൽ 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതേമാതിരി ഓരോരോ ഇൻഷുറൻസ് സേവിങ് സ്കീമുകൾ മിക്കവരും ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കയറും മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ എത്ര കൊല്ലം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈവൻ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കടക്കണേക്കാളും എന്താണ് അതിൻ്റെ ലോക്ക് ഇൻ പീരീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേമാതിരി ചില മ്യൂച്വൽ ഫണ്ടിനായാലും ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് പണം മുന്നേ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് ലോഡ് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവേണ്ടതായിട്ട് വരും. ഇനി 4ാമത്തെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി. ഇപ്പോൾ ചില ഫണ്ടുകളുണ്ട് നല്ല ഗ്രോത്ത് സാധ്യതയുള്ള ഇക്വിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനുള്ള ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ മാക്സിമം ആയിരിക്കും. പക്ഷേ ഒരു ഷോർട്ട് ടൈമിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിൽ മാർക്കറ്റ് ക്രാഷൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വളരെ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി നേച്ചർ നമ്മൾ ആസ് എ ഇൻവെസ്റ്റർക്ക് നമുക്കത് താങ്ങാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഗ്രോത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തെ ഗ്രോത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റഡി ആയിട്ട് നമുക്കൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു 12% മുകളിൽ നമുക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോരോ മാസത്തെ റിട്ടേൺ മന്ത് ടു മന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് മൈനസ് പോയിട്ടുണ്ട്. അതേമാതിരി ഇയർലി നോക്കണമെങ്കിൽ നന്നായിട്ട് മൈനസ് പോയിട്ടുണ്ട്. പക്ഷേ ആ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പറ്റിയതാണോ, നമുക്ക് അങ്ങനെ ഒരു ഹോൾഡിംഗ് പീരീഡ് നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകാനായിട്ട്. ഇനി അടുത്ത ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ എന്നുള്ളത്. ആ ഇൻകം ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒരു പർട്ടിക്കുലർ വരുമാനം നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, റെൻറ്റിന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെറ്റ് പ്രൊഡക്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മന്ത്ലി നമുക്കൊരു ഇൻകമായിട്ട് കിട്ടുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ റെൻറ്റും ഡെറ്റ് പ്രൊഡക്ട്സൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു കേസാണ്. ഇനി അടുത്താണ് ഗ്രോത്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവിടെ അങ്ങ് കിടന്നോളും, എന്നിട്ട് അതിൽ നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ പ്രോപ്പർട്ടിയിൽ വാങ്ങണമെങ്കിൽ തന്നെ ഇൻകം കിട്ടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവാനായിട്ടുള്ള ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. അതേമാതിരി ഷെയർ വാങ്ങും, അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നതിനേക്കാൾ ഉപരി അതിൽ നിന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാനുള്ള ഒരു സാധ്യത അതിലുണ്ട്.
അതാണ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത്. ഇനി അടുത്തതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസറ്റ്സ്. ചില അസറ്റ്സ് ഉണ്ട്, അത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗോൾഡ്, ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാനും നമുക്കൊരു ഫിസിക്കൽ അസറ്റ് നമുക്ക് കിട്ടുകയും നമ്മുടെ കയ്യിൽ നമുക്ക് വെച്ചിരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇപ്പോൾ ചില ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് എപ്പോഴും കയ്യിൽ കാണണം എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആ ടൈപ്പ് ഓഫ് ഇമോഷനുള്ള ആളുകൾക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഫിസിക്കൽ അസറ്റ് കയ്യിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇനി അടുത്ത കാറ്റഗറി പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ടാക്സ് ഇന്ത്യയിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെപ്ഷൻസ് അലൗഡ് ചെയ്തിട്ടുണ്ട്. ATC ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 11 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ചിലത് പറയാം ഇൻഷുറൻസ് ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ELS സ്കീം ആവാം, അല്ലാന്നുണ്ടെങ്കിൽ 5 ഇയർ ലോക്കിൻ പീരീഡുള്ള FD ആവാം, അല്ലെങ്കിൽ ചില പെൺകുട്ടികൾക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ് അടുത്ത ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ ഈ 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മിക്ക ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാ ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സിനും പൊതുവെ കണ്ടുവരുന്നത്. അതിൽ നമുക്ക് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഏത് അസറ്റ് ക്ലാസ് ആണെന്ന് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡെറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ റിക്വയർമെൻറ്റായിട്ട് മാച്ച് ആണോ, അതല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടർ നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണോ. ഇനി ഇക്വിറ്റിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് വൊളാറ്റിലിറ്റി താങ്ങാനുള്ള കഴിവ് നമുക്കുണ്ടോ, ഇതെല്ലാനും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഓരോ ടൈമിൽ നമ്മൾ അസറ്റ് ചൂസ് ചെയ്യുന്ന ടൈമിൽ മിക്കവർക്കും ഡൗട്ട്സ് ഉണ്ടാവാം. ആ ഡൗട്ട്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള ആൻസർ തരാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.